നമസ്കാരം എല്ലാവർക്കും റൂബി ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആൻഡ് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതിന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും പുറത്തൊക്കെ പോകുന്ന ആൾക്കാരാണല്ലേ. ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിൽ പോകുന്നവരുണ്ടാവാം, മാർക്കറ്റിലോ വെളിയിലോ പാർക്കിലൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ ഈ പോഴ്സിൻ്റെ ഉള്ളിലൊക്കെ തന്നെ ഈ ഡെഡ് സെൽസ് ഇങ്ങനെ അടിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് എപ്പോഴും നാളേക്ക് ഇങ്ങനെ ഫ്രഷ് ആവാതിരിക്കുന്നതും ഇതുപോലെ കരിവാളിപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറ്? നമ്മൾ മാർക്കറ്റിലുള്ള ഏതെങ്കിലും ഫേഷ്യൽ പ്രോഡക്ട്സോ അല്ലെങ്കിൽ പീലറൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളതിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രദ്ധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള പ്രോഡക്ട്സൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഫേഷ്യൽ പോലെ ഉണ്ടാക്കിയിട്ട് നമ്മളത് അപ്ലൈ ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ ഇതിനൊക്കെ തന്നെ ഒരു 15 to 20 മിനിറ്റ്സ് നമ്മൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ മാറ്റി വെക്കാൻ സമയമില്ല എന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നല്ല ഫ്രഷ് ആൻഡ് കൂളായിട്ട് എപ്പോഴും ഇരിക്കാനും നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരു ദിവസം നമ്മൾ ഒരു 10-15 മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 2 വീക്സ് നമുക്കിത് റിപ്പീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നേരത്തെ പറിച്ചു വെച്ച അലോവേരയും ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ഇവിടെ ഞാൻ വാഷ് ചെയ്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയുടെ 2 പീസസ് ആക്കിയിട്ട് അതിൻ്റെ പൾപ്പ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തക്കാളിയുടെ പൾപ്പ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു ആൻറ്റി ഏജിങ്ങിന് പറ്റിയതാണ്. അതുപോലെ തന്നെ അലോവേര നമ്മൾ ഏതൊരു സ്കിൻ ഡിസീസ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ സ്കിന്നിനൊക്കെ നല്ല ഗ്ലോ വരുത്തുന്നതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അലോവേര. ആര്യവേപ്പില എന്ന് വെച്ചാൽ ആര്യവേപ്പിൻ്റെ ഇലയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിരിക്കുന്നുണ്ട്. നമ്മൾ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പും അതുപോലെ തന്നെ കറുത്ത കളർ പോകുന്നതിനൊക്കെ അത് സഹായിക്കുന്നതാണ്. അപ്പം ഞാനിത് 3ഉം കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അലോവേരയും തക്കാളിയുടെ പൾപ്പും പിന്നെ ആര്യവേപ്പിൻ്റെ ഇല ഇതെല്ലാതും ഞാനൊന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ പേസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിതൊരു ഐസ് ട്രേ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ ഫ്രീസറിനകത്ത് നമുക്കൊന്ന് ഫ്രീസ് ചെയ്ത് വെക്കേണ്ട ഒരു സമയമാണ് ആവശ്യമുള്ളത്. നമ്മളുടെ ഐസ് ക്യൂബ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഐസ് ക്യൂബ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നലെ ഇത് നമുക്കിനി ഫേസിലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫേഷ്യൽ പോലെ ഒന്നും ഒരുപാട് ടൈമൊന്നും നമുക്ക് സ്പെൻഡ് ചെയ്യണ്ടല്ലോ. നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് അത് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഒരു നല്ല കയ്പ്പുണ്ട് കേട്ടോ. കുറച്ച് നേരം ഒന്നിങ്ങനെ ആക്കിയിട്ടൊക്കെ നമുക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. എന്ന് നിങ്ങളുടെ സ്വന്തം റുബീന ഹുസൈൻ.